Hi friends, നമ്മുടെ കഥയുടെ അവസാന ഭാഗം പറയുകയാണ്. കഥാനായകൻ ദ ബോയ് വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു, എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാം. അതിന് മുമ്പ് വാക്കുകളൊക്കെ എമർജ് ഫ്രം മീൻസ് കം ഔട്ട് ഫ്രം. ഫാദർ ആൻഡ് മദർ എമർജ് ഫ്രം ദെയർ റൂംസ്. അപ്പോഴും അമ്മ അവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. എമർജ് ഫ്രം. സ്ട്രഗിൾഡ് അപ്പ് ടു ഹിസ് ഫീറ്റ് ഓക്വേർഡ്ലി. സ്ട്രഗിൾഡ് അപ്പ് വളരെ വിഷമത്തോടുകൂടി എണീറ്റ് നിന്നാണ്. സ്ട്രഗിൾഡ് അപ്പ് ഹിസ് ഫീറ്റ് ഓക്വേർഡ്ലി. ഓക്വേർഡ്ലി ഒരു നേരെ ചൊവ്വേ അല്ലാത്ത രീതി ഇങ്ങനെ തളർന്ന് കുത്തി ഇങ്ങനെ എണീറ്റ് എഴുതാനാണ്. The beggar was so tired that he could not stand, but he struggled up to his feet awkwardly. യാചകന് വളരെ നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ആളായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വിഷമത്തോടുകൂടി എണീറ്റ് നിന്നു. അതാണ്. Then panting ശ്വാസം അണയ്ക്കുക. The dog after running 2 kilometers started panting. This അണയ്ക്കുക. Confess, to tell everything. Open your heart, confess. Confession എന്ന് പറയുന്ന പരിപാടി. അതുപോലെ confess, എല്ലാം തുറന്നു പറയുക. So the student confessed before the teacher that he copied. കോപ്പി അടിച്ചിട്ട് സ്റ്റുഡൻറ്റ് ടീച്ചറിൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ കോപ്പി അടിച്ചതാണ് സത്യമായിട്ട്. സ്റ്റാൻഡ് ബ്ലാക്ക്മെയിൽ. ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ പേടിപ്പിച്ച് നിർത്തുക, ഓരോ കാര്യം സാധിക്കുക. അപ്പം ഈ കഥയുടെ ഉടനീളം അതാണല്ലോ. അവൻ അപ്പനോട് പറയും, അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കണം, കഥ പറയണം, അല്ലെങ്കിൽ അപ്പനോട് പറയും. ഇങ്ങനെ പേടിപ്പിച്ച് ഓരോ കാര്യം സാധിക്കുന്നതിനാണ് ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇഫ് യു ഹാവ് ഡൺ എനിത്തിങ് റോങ് ദെൻ others can blackmail you. നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തവനാണെങ്കിൽ, തെറ്റ് ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് അത് വെച്ച് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാം. എന്നുവെച്ചാൽ നിന്നെ ഇങ്ങനെ പേടിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. ബ്ലാക്ക്മെയിലിങ്. ലെസ് ഫോർബിഡിങ്. കുറെ ഫോർബിഡ് മീൻസ് ടു നോട്ട് അലൗ ടു ഡു സംതിങ് എന്നാണ് ഫോർബിഡിങ്. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ? ഫോർബിഡൻ ഫ്രൂട്ട് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? വിലക്കപ്പെട്ട കനി എന്നാണ് ഫോർബിഡൻ ഫ്രൂട്ട്. ആഡം എയ്റ്റ് ദ ഫോർബിഡൻ ഫ്രൂട്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ലെസ് ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വിലക്ക് കുറഞ്ഞ, അല്ലെങ്കിൽ കുറച്ച് കുഴപ്പം കുറഞ്ഞ, അതാണ് ലെസ് ഫോർബിഡൻ. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺഫസ് ആൻഡ് ദാറ്റ് ഈസ് ലെസ് ഫോർബിഡൻ ആക്ട്. അതായത് നമ്മൾ സത്യം പറയുന്നതാണ് എപ്പോഴും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാനുള്ള മാർഗം. Then to throw himself at the mercy of. മറ്റേ ആളിൻ്റെ ദയയുടെ മുമ്പിൽ യാചിക്കുക. So the boy threw himself at the mercy of the teacher. അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സാറിൻ്റെ മുമ്പിൽ അവൻ ദയക്ക് വേണ്ടി യാചിച്ചു. ഇൻക്വയറിംഗ്ലി മീൻസ് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി. He asked questions inquiringly. He asked questions to the thief എൻക്വയറിംഗ്ലി, അതായത് അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി. മിസ്റ്റീവിയസ്ലി കുസൃതിയോടുകൂടി. മിസ്റ്റീഫ് കുസൃതി. ഹി ലാഫ്ഡ് അറ്റ് മീ മിസ്റ്റീവിയസ്ലി. ഒരു കുസൃതി ചിരി, എന്തോ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. മിസ്റ്റീവിയസ്ലി. ദ ബോയ്സ് ഫേസ് ഫെൽ. അവൻ്റെ മുഖം വീണു എന്ന് പറഞ്ഞാൽ അവൻ തകർന്ന് അടിവിട്ട് പോയി. ടെസ്റ്റ് എന്ന് പറയുന്നു. When he heard the word test, the boy's face fell. തകർന്നു പോയി. കാരണം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അച്ഛനും അമ്മ എന്താ 50 മാർക്ക് കിട്ടി ഡബിൾ പ്രൊമോഷന് വേണ്ടി നിൽക്കുകയാണ്. സൈക്കോളജി പുതിയ സ്വന്തമായിട്ടൊരു നഴ്സറി, അറ്റാച്ച്ഡ് നഴ്സറി, അതിനകത്ത് എല്ലാ സംഗതികളും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുക. എന്തിനാ? ഹെൽത്തി സിറ്റിസൺ. Then unobtrusively അറിയാതെ the thief entered the room unobtrusively. ആരും കാണാതെ ഇങ്ങനെ ഇടഞ്ഞു കയറി. And then by look and gestures appealed എന്ന് പറയാൻ ഇങ്ങനെ ദയക്ക് വേണ്ടി അപേക്ഷിക്കുക. ഐ അപ്പീൽ ടു യു എന്ന് പറയുന്നത് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറയാം. ഐ അപ്പീൽ ടു യു ടു വോട്ട് ഫോർ മീ എന്ന് പറയാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എനിക്ക് വോട്ട് ചെയ്യുന്നു. മനസ്സിലായില്ല? ഇവിടെ എന്താ ബൈ ലുക്ക് ആൻഡ് ജസ്റ്റേഴ്സ് കൈൻഡ് ഇതെല്ലാം കൂടെ കാണിക്കുന്നതിനാണ് മിണ്ടത്. കാരണം മിണ്ടത്തില്ലല്ലോ, ഇന്ത്യ അപ്പനും കേൾക്കുമല്ലോ. അതുകൊണ്ട്
By look and gestures, he appealed for mercy, yes, of the teacher. Then, not to betray. Betray എന്ന് പറയാൻ ഒറ്റിക്കൊടുക്കുക. So, the boy requested and begged the teacher not to betray him. Betray എന്ന് അവനെ ഒറ്റിക്കൊടുക്കരുത്. അവൻ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ അവൻ്റെ പണി അന്ന് തീരും. അതിന് സൈക്കോളജിക്ക് ഒരു വശത്ത് കിടക്കും, സംഭവങ്ങൾ വേറെ. Then 14, pathetic and desperate. അടിച്ച് തകർന്നു, pathetic, looking very sad, desperate, ആശയറ്റവൻ. അപ്പം സങ്കടപ്പെട്ടവനും ആശയറ്റവനുമായിട്ട് പോയി. ആരാ പോയി? pathetic and desperate face. ഇത് കണ്ടപ്പോഴത്തേക്ക് the teacher felt mercy on him. Mug up means to learn by heart. You should mug up arithmetic tables. 1 into 1, 1 into 2 is 2, 1 into 3 is 3. അതാണ് അരിത്തമെറ്റിക് ടേബിൾ. അത് നമ്മൾ പറയും, നമ്മൾ പട്ടിക പഠിക്കുക, മകം പട്ടിക പഠിക്കുക. ദെൻ പുൾ ത്രൂ മീൻസ് ജയിക്കും. He pulled through in spite of his sickness in the examination. He pulled through the exam in spite of his sickness. So, അസുഖമായിരുന്നിട്ട് പോലും പരീക്ഷയിൽ ജയിച്ചു. Pull through. Looked relieved, ആശ്വാസം, മുഖത്തൊരു ആശ്വാസം. The boy looked relieved. സാറ് ഒറ്റിക്കൊടുത്തില്ല, അപ്പോൾ അവനൊരു ആശ്വാസം ഉണ്ടായി. The boy looked relieved. അങ്ങനെയാണ് കഥ തീരുന്നത്. Okay, so we come back. Text, please. At this moment, father and mother emerged from the house. അപ്പോൾ അവർ വീണു, ഇയാൾ പോർട്ടിക്കോട് അവിടെ ഇങ്ങനെ വീണ് കിടക്കുക. ആ മൊമെൻറ്റിൽ അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വാട്ട്സ് ദ മാറ്റർ? The teacher struggled up to his feet awkwardly. വന്നപ്പോഴേ ഫാദർ ചോദിച്ചു, എന്താ സംഭവിച്ചത്? എന്നാ വീണ് കിടക്കുന്നു? കഷ്ടപ്പെട്ട് ഉള്ളി എണീറ്റു. സ്ട്രഗിൾഡ് അപ്പ്, എണീക്കാൻ പ്രയാസമായിരുന്നു. കാരണം റൗണ്ട് ആൻഡ് റൗണ്ട് ഒക്കെ ഓടിയില്ലേ. ഫീറ്റ് ഓക്വേർഡ്ലി എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നേരെ നിൽക്കാൻ പറ്റുന്നില്ല. നേരെ നിൽക്കാതെ വളഞ്ഞു കുത്തി ഇങ്ങനെ എണീക്കാതെ. He was still panting badly and could not talk. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. He had already made up his mind, decided that he would confess and take the consequence rather than stand the blackmail of the boy. ഇത്രയായപ്പോൾ വിളിച്ചു, ഇനി എല്ലാം പറഞ്ഞേക്കാം, ഞാൻ എന്തെങ്കിലും പറയട്ടെ. നീ ഇവൻ്റെ പുറകെ നടന്ന് ഇവൻ്റെ ദയക്ക് വേണ്ടി ഇങ്ങനെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള എല്ലാം പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചാലും അങ്ങ് സംഭവിക്കട്ടെ. അതാണ് കോൺസിക്വൻസ്. whatever, take the consequence. എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ. rather than stand the blackmail, cheating by this boy. ഇവനെ നമ്മൾ ചീറ്റ് ചെയ്യുക, വഞ്ചിക്കുക. ഓരോന്നും പറഞ്ഞു, ട്രെയിൻ ഓടിച്ചു, അല്ലെങ്കിൽ പാട്ട് പാടിക്കും, അല്ലെങ്കിൽ കഥ പറഞ്ഞു, ആ കഥ ഒന്നുകൂടെ പാടും. അതിനും ഭേദം ഇവനെ ഈ സ്ഥാനത്ത് വേണ്ട, ഇനി നിർത്തിപ്പോയേക്കാം. It seemed less forbidding to throw himself at the mercy of the elders. It means confessing. എല്ലാം തുറന്നു പറയുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടില്ലാത്തത് എന്ന് അവന് തോന്നി. ലെസ് ഫോർവേഡിങ്, കുറച്ചുകൂടെ വിഷമമില്ലാത്തത്. മറ്റത് എന്തൊരു വിഷമം പറഞ്ഞതെല്ലാം കേട്ടോണ്ടിങ്ങനെ നടക്കണ്ടേ. അപ്പം ലെസ് ഫോർവേഡിങ്, കുറച്ച് ബുദ്ധിമുട്ട് കുറവാണ്. എന്തിനാ? throw himself at the mercy of the elders. Elders means parents. They looked inquiringly at the boy and asked. അത് സാറിനോടല്ലേ ചോദിച്ചു, കുട്ടിയോട് ചോദിച്ചു, എന്തോ അറിയാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചു. Why have you been running in the garden at this hour? അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, Why have you been running at this hour in the garden? രാത്രി സമയമായി, നീ എന്ത് ഗാർഡനിൽ ഓടൂ, ഇതെന്തോ ചെയ്യുന്നത്? The boy looked mischievously at the teacher. ഞാൻ പറയട്ടെ എന്നുള്ള രീതിയിലാണ് മിസ്ചീഫ്, ഒരു കുസൃതിയും കൂടെ. The teacher cleared his throat and said. So he cleared his throat. I'll explain. He was trying to find out words for his sentence. സംസാരിക്കാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. I will explain.
words. When the father asked, how is he preparing for his test in the arithmetics? അവൻ്റെ സർവ്വ ആവനാടിയിലുള്ള സർവ്വ അമ്പും അതോടെ മനയൊടിഞ്ഞു പോയി. ആരുടെയാ? കുട്ടിയുടെ. ഇത്ര നേരം അവൻ ജയിച്ചു നിൽക്കില്ലല്ലോ. ചോദിച്ചു, ടെസ്റ്റ്, how is he preparing for the test? On hearing the word test, the boy's face fell. അവൻ തകർന്നു. He unobtrusively hid behind his parents. ഇങ്ങനെ ഇത്ര നേരം ഫ്രണ്ടിൽ നിന്നാല് പയ്യെ വലിഞ്ഞു. അൺഒബ്ട്രൂസീവ് പുറകോട്ട് വലിഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ പുറകിൽ പോയി നിന്നു. Sung behind his parents and by look and gestures appealed to the teacher not to betray him. പയ്യെ പുറകോട്ട് വലിഞ്ഞിട്ട് ആ ടീച്ചറിന് അവരോട് ജസ്റ്റേഴ്സ് ആംഗ്യങ്ങൾ മിണ്ടാൻ പറ്റില്ല, എന്നെ രക്ഷിക്കണം, എന്നെ ഒറ്റിക്കൊടുക്കരുത്. He looked so pathetic and desperate that the teacher replied, only please let him mug up the 16th table a little more. അവൻ്റെ ആ ഫേസ് കണ്ടപ്പം ദയനീയം, പഥറ്റിക്, ദയനീയം, ഡെസ്പറേറ്റ്, നിരാശയും ദയനീയമായ ഭാവവും കുട്ടിയുടെ ഫേസ് മുഖത്തിങ്ങനെ നിഴലിച്ചു നിന്നു. അത് കണ്ടപ്പോൾ സാറിന് സങ്കടം വന്നു. സാറ് പറഞ്ഞ കുഴപ്പമില്ല, 16ാമത്തെ ആ പട്ടിക അതും കൂടി ഒന്നും കാണാതെ പഠിച്ചാൽ മതി, അപ്പോൾ തീരും. അതായത് 16ാമത്തെ വെച്ചാൽ 16 16 1 16 16 2 32 16 3 അങ്ങനെ 48. അതിന് അവൻ പറഞ്ഞത് 24. മനഃപൂർവ്വം ഉപദ്രവിക്കാൻ പറഞ്ഞത്. അവനെല്ലാം പോയി, അവൻ്റെ ആ പരിപാടിയൊക്കെ തീർന്നു. അയ്യോ, റിസൾട്ട് എ ലിറ്റിൽ മോർ, ഹിസ് ഓൾ റൈറ്റ്, ഹി വിൽ പുട്ട് ത്രൂ. അത്രയേ ഉള്ളൂ. 16ന്റെ ഗുണനപ്പട്ടിക ഒന്നും കാണാതെ പഠിക്കണം, അത്രയേ ഉള്ളൂ. ജയിക്കാതിരുന്നത്. The boy looked relieved. എന്തൊരു ആശ്വാസം. റിലീഫ് എന്ന് പറയാൻ ആശ്വാസം. The boy looked relieved. വളരെ രക്ഷപ്പെട്ടു. The teacher saw his grateful face. Gratitude, thanks, gratefulness, thanks, grateful face, നന്ദി നിറഞ്ഞ മുഖം കണ്ടു. Felt confidence. Teacher sure that the boy would not give him up. Even സാറിനെ ഉപേക്ഷിക്കുക. Give up means ഉപേക്ഷിക്കുക. The boy would not give him up. എന്നുവെച്ചാൽ ഇവൻ ഏതായാലും അവിടെ നടന്ന കാര്യമൊന്നും പറയുകയാലും ഇപ്പം സാറിന് നല്ല വിശ്വാസമായി. He felt confidence. ഇല്ല, ഇനി അവനൊന്നും പറയത്തില്ല, കാരണം ഞാൻ അവനെ രക്ഷിച്ചല്ലോ. Now and said, good night, sir. We finished our lessons early and I was just playing about with the child. Something to keep up his spirits, you know. സാർ ഒരു ആന മോണയെന്ന് പറഞ്ഞു, ഒരു ബ്രണ്ടൻ മോണ. ക്ലാസ് നേരത്തെ കഴിഞ്ഞു ഞങ്ങൾ ഗാർഡനിൽ കൂടെ ഓടുമായിരുന്നു. അവൻ്റെ സ്പിരിറ്റ് അവൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടി ഒന്ന് ഓടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2-3 മണിക്കൂറൊക്കെ ഒന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓടിത്തരി, അല്ലെങ്കിൽ നടന്നു നോക്കി പെട്ടെന്നൊരു ഉണർവൊക്കെ ഉണ്ട്. അപ്പം അവനൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടുമായിരുന്നു. ഞങ്ങൾ ഓടിപ്പിടുത്തം കളിക്കുമായിരുന്നു. സാറും കുട്ടികളെ ഓടിപ്പിടുത്തം കളിക്കുമായിരുന്നു. സംതിങ് ടു കീപ്പ് അപ്പ് ഹിസ് സ്പിരിറ്റ്സ് ചെയ്യുന്നു. ഈ കഥ വായിച്ചിരുന്നത് എനിക്ക് എന്ത് തോന്നുന്നു? സാറ് ചെയ്തത് ശരിയാണോ, കുട്ടി ചെയ്തത് ശരിയാണോ? കുട്ടിയും സാറും കുട്ടിയും തഥൈവ, അല്ലേ? ശരിയല്ലേ? രണ്ടുപേരും എന്താ ചെയ്ത്? രക്ഷപ്പെടലാണ് അവർ നടത്തിയത്. ഓക്കെ, now we will see the questions and answers that is in the next class. Till then, bye.